വലിയ പവർഫുൾ അല്ലാത്ത ഗ്രാഫിക്സ് കാർഡ് ഉള്ളവർക്കും ഇനി ഗെയിമിങ്ങിന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പുതിയൊരു ടെസ്റ്റ് സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് AI വെച്ചിട്ട് അപ്സ്കെയിൽ ചെയ്തിട്ടുള്ള ഗെയിമിങ്ങിൻ്റെ റെസൊല്യൂഷനും പിന്നെ നേറ്റീവായിട്ട്, അതായത് ഗ്രാഫിക്സ് കാർഡിൻ്റെ ശക്തി ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന FPS റെസൊല്യൂഷൻ്റെ ക്വാളിറ്റി, ഇമേജ് ക്വാളിറ്റി വെച്ചിട്ട് ഇപ്പോൾ സംശയാസ്പദമായ രീതിയിലുള്ള റിസൾട്ടാണ് വരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ പഴയ ഗ്രാഫിക് കാർഡ് ഉള്ളവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്ന് സംസാരിക്കും. പിന്നെ OLED, നമ്മുടെ മോണിറ്ററിൻ്റെ OLED ഫീച്ചേഴ്സ് ഇല്ലേ, അതായത് നല്ലൊരു ടെക്നോളജിയാണ്, നല്ല അടിപൊളി കളേഴ്സ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. OLED ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാ മോണിറ്ററും ഭയങ്കര മോശമായിട്ടാണ് എല്ലാവരും പറയണത്, എക്സ്പീരിയൻസ് ചെയ്തവർ. ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 14,300 മണിക്കൂറുകളോളം റൺ ചെയ്തുകൊണ്ടിട്ട്, അതായത് 1-2 വർഷം, എനിക്ക് തോന്നുന്നു 1 വർഷം 1.5 വർഷം എടുത്തു തോന്നുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട് എന്താണ് അവസ്ഥ, ബേണിനുണ്ടോ, ആ ഒരു റിസ്ക് ഒക്കെ ഉണ്ടല്ലോ. അതായത് OLEDൻ്റെ ആ ഒരു നെഗറ്റീവ് സൈഡ് അതാണ്, ബേണിൻ മോണിറ്റർ കുറേ വർഷങ്ങൾ ഒരേ സംഭവങ്ങളൊക്കെ ഐക്കൺസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മോണിറ്ററിന് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചിട്ടും സംസാരിക്കും. പിന്നെ AI ബബിള് ഇന്ന് പൊട്ടോ നാളെ പൊട്ടോ എന്നുള്ള സംഭവത്തെക്കുറിച്ചിട്ട് നമ്മളുടെ ഇതൊരു ന്യൂസ് മാത്രമാണ് ഇത്. അതിൽ എൻ്റെ ഒരു സൈഡ് പറയുകയാണ്. അതായത് NVIDIA വിചാരിച്ച ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഒരിത്തിരി പുറകോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സൂചനയാവാം. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ചൈനീസ് മെമ്മറി, അതായത് CXMT എന്ന് പറയുന്ന മാനുഫാക്ചേഴ്സ് അത്യാവശ്യം ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെ റാം സപ്ലൈ ചെയ്ത് തുടങ്ങി, DDR5 റാം സപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ പണ്ട് ഇവരുടെ ക്വാളിറ്റി ഇഷ്യൂസ് കാരണം ഒരുപാട് റിജക്ഷൻ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ, അതായത് ടെമ്പറേച്ചർ ഇഷ്യൂ, നമ്മുടെ സ്പീഡിൻ്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സംഭവം, ഇത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്യൂ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ അവർ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ റാം നമുക്ക് ഇനി എങ്ങനെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് മേടിക്കാൻ പറ്റും. കാരണം പ്രൈസ് വെച്ച് നോക്കാൻ നേരത്ത് നോർമൽ നമ്മളുടെ സാംസങ് SK ഹൈനെക്സ് മൈക്രോണൊക്കെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെമ്മറീനെ വെച്ച് നോക്കാൻ നേരത്ത് പ്രൈസിങ് ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവരുടെ ആ ഒരു ചൈനീസ് മെമ്മറിയുടെ ഒരു ക്വാളിറ്റി റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു അടിപൊളി റിപ്പോർട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. പിന്നെ നമ്മുടെ Xboxൽ ലീഡർഷിപ്പ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ, ഒരാൾ റിട്ടയർ ആയി, ഒരാൾ റിസൈൻ ചെയ്തു. ഇപ്പോൾ ഉള്ള ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ Xboxൻ്റെ CEO എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ നല്ല അടിപൊളി ക്ലിയർ ആയിട്ടുള്ള എന്താ പറയുക ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നത്. അതിൻ്റെ ചെറിയൊരു പരിപാടിയായിട്ട് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ കേട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങൾ വലിയ ഉറപ്പില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും സംസാരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഹാർഡ്വെയർ ന്യൂസ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ computerbase.de എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റി, ജർമ്മനി ബേസ്ഡ് ഉള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇവർ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സർവേ നടത്തി. അതായത് ഇവർ കുറച്ച് ഗെയിമിങ്ങിൻ്റെ സംഭവങ്ങൾ, ഇമേജിൻ്റെ സംഭവങ്ങളൊക്കെ എല്ലാം കാണിക്കും. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്കൊരു ഗൂഗിൾ ക്രോമിൽ നിന്ന് കയറിയിട്ട് വീഡിയോ ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ടിൽ, അല്ലെങ്കിൽ ആ ടെസ്റ്റിൽ പങ്കെടുത്ത് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നുള്ളത്. അപ്പോൾ റിസൾട്ട് ടെസ്റ്റ് വേറൊന്നുമല്ല, അതായത് നമ്മളുടെ DLSS 4.5, FSR 4, പിന്നെ നേറ്റീവ് റെസൊല്യൂഷൻ പ്ലസ് TA, അതായത് ടെമ്പററി ആൻറ്റി എലിയാസിങ്, അതായത് നമ്മുടെ ഈ മൂവ്മെൻറ്റിൽ മോഷനിലും നമ്മളുടെ ഈ ട്രീയുടെ എഡ്ജസ്, ആ ഒരു സംഭവങ്ങളൊക്കെ പോളിഷ് ചെയ്ത് നല്ല ഷാർപ്പായിട്ട് നല്ല ക്ലീൻ ആയിട്ട് തരുന്ന ഒരു ടെക്നോളജി, ആൻറ്റി എലിയാസിങ് ടെക്നോളജി. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടിട്ട് ഈ പല രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തി. അതായത് ഇമേജസ് നമ്മളുടെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവർക്ക് ഇതിൽ നിന്ന് വ്യത്യാസം മനസ്സിലാകുന്നു. അതായത് നേറ്റീവായിട്ട് റെസൊല്യൂഷനിൽ വരുന്ന ഒരു ഇമേജും അപ്സ്കെയിൽഡ് ആയിട്ടുള്ള DLSS 4.5 അല്ലെങ്കിൽ FSR 4 വെച്ചിട്ടുള്ള ഒരു ഇമേജും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും എന്നുള്ള രീതിയിൽ. അപ്പോൾ നേറ്റീവായിട്ടെന്ന് പറയുന്ന ഒരു ഗ്രാഫിക് കാർഡിൻ്റെ ശക്തിയും എടുത്ത് ഉപയോഗിക്കുന്നതും, പിന്നെ അപ്സ്കെയിൽഡ് ആയിട്ടുള്ള ക്വാളിറ്റി മോഡ് അപ്സ്കെയിലിംഗ് ആണ്. അതായത് ആദ്യത്തെ ലെവൽ അപ്സ്കെയിലിംഗ് ആണ് നോക്കുന്നത്, ക്വാളിറ്റി ലെവൽ. ഇത് 4Kയിലാണ് നടന്നത്. 4K ക്വാളിറ്റി എന്ന് പറയാൻ നേരത്ത് 1440p റെസൊല്യൂഷൻ അല്ലെങ്കിൽ 2K റെസൊല്യൂഷനിൽ നിന്നാണ് അപ്സ്കെയിൽ ചെയ്തിട്ട് 4Kയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് ഇമേജാണ് ബെറ്റർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ള സർവേയാണ് ഇവർ നടത്തിയത്. ഈ സർവേയിൽ ഇവർ എന്താ പറയുക, ഈ ഒരു ഇമേജ് ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഇതൊരു AMDയുടെ ആണ്, അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഇമേജ് കാണിക്കുന്നു. ഇവർ എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഏതാണ് ഈ ഒരു ഇമേജ് എന്ന് ഊഹിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. അതായത് ഇവർ ഇമേജസ് കാണിക്കുന്നു. ഈ ഇമേജസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ റാങ്ക് ചെയ്യുന്നു. ഇതായിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഇമേജ് ഏതാണ്, അത് കഴിഞ്ഞിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഇമേജ് ഏതാണ്, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തുള്ളൊരു ഇമേജ് ചെയ്താണ്. അതായത് അപ്സ്കെയിൽഡും നേറ്റീവും തമ്മിലുള്ള ഒരു ഇതാണ്. ടെസ്റ്റിൻ്റെ റിസൾട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ കണക്കുകളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 ഗെയിമാണ് ഇവർ ടെസ്റ്റ് ചെയ്തത്. ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 2, സൈബർ പങ്ക്, സാറ്റിസ്ഫാക്ടറി, ആർക്ക് റൈഡേഴ്സും ആനോ 117, ഇത്രയും ഗെയിംസാണ് ഇവർ ടെസ്റ്റ് ചെയ്തത്. 6 ഗെയിമിലും, അതായത് ഇമേജസ് കാണിച്ചു കൊടുത്തതിൽ ഇവർ സെലക്ട് ചെയ്ത ബെസ്റ്റ് ക്വാളിറ്റി, അതായത് എന്താണെന്നൊന്നും ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, DLSSൻ്റെ ഇമേജ് ആണെന്നോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും റാങ്ക് ചെയ്യുക, ഏറ്റവും ക്വാളിറ്റി ഉള്ളതെന്നുള്ള രീതിയിൽ
6 ഗെയിമിലും അപ്സ്കെയിൽഡ് ആയിട്ടുള്ള DLSS 4.5ൻ്റെ ഇമേജ് ക്വാളിറ്റിയാണ് ഇവർ ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിട്ട് ഇവർ കണ്ടെത്തിയത്. 6 ഗെയിമും ഈസി ആയിട്ട് അങ്ങനെ ജയിച്ചു. അതായത് 48% പേരും ഈസി ആയിട്ട് എന്താ പറയുക ഈ ഒരു രീതിയിലേക്കാണ് പോരുന്നത്. സെക്കൻഡ് പ്ലേസ് അടിച്ചത് AMDയുടെ അപ്സ്കെയിൽഡ് അല്ല, നേറ്റീവ് റെസൊല്യൂഷൻ തന്നെയാണ്. അതായത് ഏറ്റവും ബെസ്റ്റ് ഇമേജ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നേറ്റീവ് റെസൊല്യൂഷൻ അല്ല, NVIDIAയുടെ DLSS 4.5 ടെക്നോളജി ഉപയോഗിച്ച് ക്വാളിറ്റി മോഡിൽ തരുന്ന ഇമേജ് ക്വാളിറ്റിയാണ്. അത് ചില കേസിൽ FPS കുറയാം, ചില കേസിൽ FPS കൂടാം, ഡിപ്പെൻസ് ഓൺ ദ ഗെയിം. AMDയുടെ FSR ഇപ്പോഴും ആ ഒരു ലെവലിൽ താഴെ പുറകെ തന്നെയാണ് നിൽക്കുന്നത്. സെക്കൻഡ് അടിച്ചിട്ടുള്ളത് നേറ്റീവ് റെസൊല്യൂഷൻ, അതായത് TIA എന്നുള്ള ആ ഒരു ആൻറ്റി അലിസിങ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള നേറ്റീവ് റെസൊല്യൂഷൻ, ആ ഒരു സെറ്റിംഗ് അപ്ലൈ ചെയ്തുകൊണ്ട് നേറ്റീവ് റെസൊല്യൂഷനാണ് സെക്കൻഡ് പ്ലേസ് അടിച്ചത്. തേർഡ് അടിച്ചത് നമ്മൾ വിചാരിച്ചതുപോലെ എന്താ പറയുക AMDയുടെ FSR 4 15% വോട്ടുകളാണ് അവരുടെ ഇമേജാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ കിട്ടിയത്. അതിൽ തന്നെ DLSSന് 50 തൊട്ട് 60% വരെ വോട്ടുകൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ കിട്ടുകയും ചെയ്തു. സൈബർ പങ്ക് മാത്രമാണ് ചെറിയൊരു കോമ്പറ്റീഷൻ വന്നത്. അതിൽ 23% പേരും പറഞ്ഞത് എനിക്കിതിൽ വലിയ ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് ഗെയിം ഡെവലപ്പേഴ്സിനും ഗെയിം ഒപ്റ്റിമൈസ് ഇത്രയും വർഷങ്ങളായി, അപ്പോൾ ഗെയിം ഒപ്റ്റിമൈസ് ചെയ്തതിനും ഒരു കയ്യടി കൊടുക്കണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുന്നു, ടെസ്റ്റ് റിസൾട്ട് നടത്തിയത് ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടല്ലേ, ഇത് DLSS ആണ്, ഇത് FSR ആണ്, ഇത് നേറ്റീവ് ആണ്, ഇതിങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി തലച്ചോറ് ഇപ്പോൾ NVIDIA ഫാൻ ബോയ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ AMD ഫാൻ ബോയ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അപ്സ്കെയിലിങ്ങിന് എതിരായിട്ടുള്ള ഫാൻ ബോയ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ചെറിയൊരു ചാഞ്ചാട്ടം വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു ഡീറ്റെയിൽസും കൊടുക്കാതെ ജസ്റ്റ് പ്യോർ ഇമേജ് മാത്രം കൊടുത്തുകൊണ്ടിട്ട് ഇതിൻ്റെ അകത്ത് ഏതാണ് അടിപൊളി എന്ന് ചോദിച്ചുകൊണ്ടിട്ടാണ് വോട്ട് ചെയ്തത്. അപ്പം പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഈ ടെസ്റ്റ് റിസൾട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിത് ഓൾറെഡി എൻ്റെ 5060 Ti കാർഡ് എടുക്കാൻ കാരണം എനിക്ക് അത്യാവശ്യം ഞാൻ AMD ഉപയോഗിച്ചിട്ടുണ്ട്, Intel ഉപയോഗിച്ചിട്ടുണ്ട്, NVIDIA ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്സ്കെയിലിംഗ് ടെക്കിൽ ഇപ്പോൾ FSR 3 ആണെങ്കിൽ പോലും അല്ലെങ്കിൽ DLSS 4 അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ആണെന്നുണ്ടെങ്കിൽ പോലും ഓൾറെഡി NVIDIA ഈ AI ഉപയോഗിച്ചിട്ടുള്ള ടെക്കിൻ്റെ അപ്സ്കെയിലിങ്ങിൽ ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് 4K ഗെയിമിങ്, ഞാൻ ഇതിൻ്റെ അകത്തല്ല യൂഷ്വലി ഗെയിം ചെയ്യാറ്. ഞാൻ ഫ്രീ കിട്ടുന്ന നേരത്ത് ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഫുൾ എടുത്ത് ഗെയിം കളിച്ചിരിക്കും, അവധി കിട്ടാൻ നേരത്ത് മാത്രം. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ TVയിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തത്. അതൊരു 4K TV ആണ്. OLED അല്ല, QLED എന്ന് പറയുന്നത്. അതൊരു ചീപ്പ് ടെക്നോളജി, ചീപ്പ് എന്ന് പറയുന്നില്ല, അത്യാവശ്യം ഏകദേശം ഒരു 40,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു TV നമുക്ക് കിട്ടും. അപ്പോൾ നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അപ്പോൾ അതിൽ HDR ഗെയിമിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കളിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എൻ്റെ ടെക്ക് അതാണ്. അപ്പോൾ ഞാൻ 4K ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തത് 5060 Ti 16GB വേർഷനാണ്. അപ്പോൾ ആക്ച്വലി ഈ 5060 Ti എന്ന് പറയുന്നത് 4Kയുമായിട്ടുള്ള കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു കാർഡാണ്. പക്ഷേ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോളറിലാണ് കളിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇൻപുട്ട് ലാഗ് വന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്ക് 60 120 FPS ഒന്നും ആവശ്യമൊന്നുമില്ല. എനിക്ക് 30 സ്റ്റേബിൾ, അതായത് 30 താഴത്തേക്കും ഇറങ്ങാൻ പാടില്ല, 31 ആകാൻ പാടില്ല. കറക്റ്റ് 30 FPS എല്ലാ സിറ്റുവേഷനിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗെയിം അത്ര സ്മൂത്ത് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൽ ഹാപ്പിയാണ്. പോരാത്തതിന് എനിക്ക് ഈ ഗ്രാഫിക്സ് കാർഡ് 99% അല്ലെങ്കിൽ 100% ലോഡിൽ ഇട്ടിട്ട് ഗ്രാഫിക്സ് കാർഡ് റൺ ചെയ്യുന്ന കാര്യമേ ഇഷ്ടമല്ല. അതുകൊണ്ടിട്ട് തന്നെ അതും ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്കെയിലിംഗ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4K റെസൊല്യൂഷൻ 1080p ഇപ്പോൾ DLSS 4.5 ക്വാളിറ്റി ലെവൽ അപ്പ് സ്കെയിലിംഗ് യൂസബിൾ ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് FPS ബൂസ്റ്റ് ചെയ്യാം. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ 1440p നിങ്ങൾക്ക് ക്വാളിറ്റി മോഡും ഈസി ആയിട്ട് ഉപയോഗിക്കാം. വലിയ വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് കണ്ടാലേ ഓക്കെ മനസ്സിലാവും. ഞാനിപ്പോൾ പലവണ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ഈ വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി കളിക്കാൻ നേരത്ത് ഓഫ് കോഴ്സ് വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഞാൻ ഗെയിം എൻജോയ് ചെയ്യാൻ വേണ്ടി കളിക്കാൻ നേരത്ത് ഒരു കാരണവശാലും ഇന്നേ വരെ ഞാൻ അവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നില്ല അടുത്ത ജനറേഷൻ കൺസോൾസ് PlayStation 6 അല്ലെങ്കിൽ Xboxൻ്റെ പുതിയ കൺസോളോ ഇതൊക്കെ വരാൻ പോകും. കാരണം ഇതൊക്കെ ഗ്ലോബലി റിലീസ് ചെയ്യാനായിട്ട് RAM അത്രമാത്രം ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ഹാർഡ്വെയർ ജനറേഷൻ കുറേ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഗ്രാഫിക് കാർഡാണെങ്കിൽ നിങ്ങളിപ്പോൾ AI അപ്പ് സ്കെയിലിങ്ങിനൊക്കെ എത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. Intel വരെ അതിൽ നല്ലോണം അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫ്രെയിം ജനറേഷൻ ടെക്നോളജി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ. ഞാൻ ഓൾറെഡി അതിൽ ഇഷ്ടപ്പെട്ട് എനിക്ക് ഇൻട്രസ്റ്റ്, ഞാനിപ്പോൾ ക്വാളിറ്റി ലെവൽ ഉപയോഗിച്ചിട്ട് മാത്രം ഗെയിം കളിക്കുന്ന ഒരാളാണ്. അതിൽ 4Kയിൽ ഒരു കാരണവശാലും അപ്സ്കെയിലിംഗ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം 4K ക്വാളിറ്റി മോഡ് എന്ന് പറയുന്നത് 1440p എന്നാണ്. 1080p റെസൊല്യൂഷനിൽ നിന്ന് അപ്സ്കെയിൽ ചെയ്ത് 4Kയിലേക്കല്ല, 1440p നിന്ന് അപ്സ്കെയിൽ ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വ്യത്യാസം വളരെ കുറവായിരിക്കും. ചില കേസിൽ നമ്മൾ ഗെയിമിൻ്റെ എന്താ പറയുക NVIDIA ടെക്ക് പോളിഷ് ചെയ്ത് നല്ലൊരു ഇമേജ് ക്വാളിറ്റിയും തരും. അപ്പോൾ NVIDIA AI ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് നല്ലതാണ്. അപ്പോൾ ഈ വരുന്ന അടുത്ത 2-3 വർഷത്തിൽ AI നല്ലതാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PC ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ അത്ര നല്ല കാര്യമായിരുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ടെക് ന്യൂസ്.
ഇപ്പോൾ രണ്ടാമത്തെ അടിപൊളി ഒരു റിസർച്ച് എന്ന് പറയുന്നത് OLEDനെ കുറിച്ചിട്ടാണ്. അതായത് OLED എന്ന് പറയുന്നത് ഒരു മോണിറ്റർ ടെക്നോളജിയാണ്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. മോണിറ്റർ ടെക്നോളജിയാണ്. സംഭവം വേറൊന്നുമല്ല, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പാനൽ ടെക്നോളജിയാണ്. നമ്മളുടെ ഈ IPS എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ VA എന്ന് പറയുന്നത് പോലെ, അതേപോലത്തെ ഒരു പാനൽ ടെക്നോളജിയാണ് OLED. വളരെ ഗെയിം റെസ്പോൺസീവ് ആയിരിക്കും, ലേറ്റൻസി വളരെ കുറവായിരിക്കും, കളേഴ്സൊക്കെ നല്ല, എന്താ പറയുക, നിങ്ങളുടെ ഒരു ഗ്രാഫിക് കാർഡ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന FPS ബൂസ്റ്റിനേക്കാളും ഒരു വലിയൊരു അപ്ഗ്രേഡ് ആയിരിക്കും നിങ്ങളുടെ മോണിറ്റർ നല്ലൊരു മോണിറ്ററിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താ പറയുക, ഒന്നെങ്കിൽ CPU അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ മോണിറ്റർ അപ്ഗ്രേഡ് ചെയ്യുക. അത്യാവശ്യം രണ്ടിനും വില കുറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഒരു 14,300 മണിക്കൂർ ഓണായി റണ്ണിങ് ആയിട്ടുള്ള ഒരു OLED മോണിറ്ററിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ്. ഓൾറെഡി ഇത്രയും പൈസ കൊടുത്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കിട്ടാൻ പോകുന്ന ഒരു, അല്ലെങ്കിൽ ഒരു പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേൺ എന്ന് പറയും. അതായത് OLED മോണിറ്ററിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മോണിറ്ററിൽ ഇവിടെ കുറച്ച് ആപ്സും കാര്യങ്ങളൊക്കെ പെർമനൻ്റ് ആയിട്ട് കിടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സെയിം സംഭവം അവിടെ കുറേ നാളായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു കുറേ നാൾ കഴിയുന്നത് ബേണിൻ ഇഷ്യൂസ് വരും. അപ്പോൾ യൂഷ്വലി OLED എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഗെയിമിങ്ങിന് മാത്രമാണെന്നെങ്കിൽ കണ്ടിന്യൂസ്ലി ഗെയിം കളിക്കുന്നു, പല പല ഇമേജസ് വരുന്നു, പല പല കളേഴ്സ് വരുന്നു, വലിയ കുഴപ്പം ഇല്ല. അപ്പോൾ നിങ്ങൾ ഓഫീസ് യൂസിനും ഗെയിമിങ്ങിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഓഫീസ് യൂസ് ആണെന്നുണ്ടെങ്കിൽ പോലും, വർക്ക് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐക്കൺസിൻ്റെ ആ ഒരു ഭാഗം പെർമനൻ്റ് ആയിരിക്കുമല്ലോ അവിടെ തന്നെ. അപ്പോൾ ഈ ഒരു ഇഷ്യൂസൊക്കെ കാരണം ബേണിൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വരാം. നിങ്ങളുടെ മോട്ടറിൻ്റെ വാല്യൂ അങ്ങനെ ഡാമേജ് ഒന്നും കുറയാം. ഇപ്പോഴത്തെ മോണിറ്റർ ടെക്നോളജി വളരെ ഇംപ്രൂവ്ഡ് ആണ്. ബേണിനെതിരെ ഗ്യാരണ്ടി വരുന്നുണ്ട്, മോണിറ്ററിനെതിരെ ഗ്യാരണ്ടി വരുന്നുണ്ട്. പുതിയൊരു പിക്സൽ റീഫ്രഷ് ടെക്നോളജി എന്ന് പറയുന്നത്, അതായത് ആ കളേഴ്സിനെയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ചില മോണിറ്റർ ഓട്ടോമാറ്റിക്കലി മോണിറ്റർ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത്, OLED മോണിറ്റർ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി വെച്ച് കൊടുക്കുന്ന പരിപാടിയല്ല, പിക്സൽ റീഫ്രഷ് ചെയ്തുകൊണ്ടുള്ള ടെക്നോളജിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ചാൾ മുമ്പായിട്ട് എന്താ പറയുക, നമ്മളുടെ ഒരു റെഡിറ്റ് യൂസർ അടിപൊളി നല്ലൊരു ടെക്നോളജി അതിൻ്റെ റിസൾട്ടൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ 14,300 മണിക്കൂറാണ് യൂസ് ചെയ്തത്. OLEDൻ്റെ മോണിറ്റർ അല്ല, പുള്ളിയുടെ OLEDൻ്റെ 48 ഇഞ്ചിൻ്റെ ഒരു TV ആണ്. അതായത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ വർക്ക് പർപ്പസിന് യൂസ് ചെയ്തു, ഗെയിമിങ്ങിന് യൂസ് ചെയ്തു, എല്ലാ രീതിയിലും കാര്യങ്ങൾ യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീണ്ടും computerbase.de എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൻ്റെ ഒരു മെമ്പറാണ്. അപ്പോൾ റക്കൂൺ എന്നാണ് പുള്ളിയുടെ ഇൻ്റർനെറ്റ് പേര്. അപ്പോൾ LGയുടെ ഒരു OLED മോണിറ്ററല്ല TV, LG OLED 48C1 എന്ന് പറയുന്ന ഒരു മോണിറ്ററാണ്. അപ്പോൾ ജൂൺ 2022 പുള്ളി യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10 തൊട്ട് 12 മണിക്കൂർ പെർ ഡേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോം ഓഫീസും പ്രൈവറ്റ് യൂസും എന്നുള്ള രീതിയിൽ ആദ്യത്തെ 380 ദിവസം 4,553 മണിക്കൂറാണ് അത് റൺ ചെയ്തത് സ്ക്രീൻ ടൈം. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ അത് 14,300 മണിക്കൂറിന് മേലെ യൂസായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു OLEDൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ TV എപ്പോഴും പവറിൽ കണക്റ്റഡ് ആയിരുന്നു. അത് വേറൊന്നിനും ആയിരുന്നില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിക്സൽ റീഫ്രഷ് ചെയ്യുന്ന ടെക്നോളജി, ആ സംഭവം ഓട്ടോമാറ്റിക്കലി ആവശ്യം പോലെ നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സർവേയിൽ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതിൽ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ OLED എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ അത് ഈ ബേണിനൊക്കെ അവോയ്ഡ് ചെയ്യാം, ഫോണാണെങ്കിൽ പോലും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുള്ളി ആൻറ്റി ബേണിൻ ഹാബിറ്റ്സ് എന്നുള്ള രീതിയിൽ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ ഈ ബേണിൻ ഇഷ്യൂ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ പുള്ളി ഇത് സംഭവം ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് പിക്സൽ റീഫ്രഷ് റേറ്റിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എന്താ പറയുക റീസെറ്റ് ആവും, അങ്ങനത്തെ ആ ഒരു ഇഷ്യൂ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പുള്ളി വാൾപേപ്പറായിട്ട് ബ്ലാക്ക് സ്ക്രീനാണ് ബേസിക്കായിട്ട് ഇട്ടത്. അതായത് ഒരു കളറും ഇല്ല, ജസ്റ്റ് ബ്ലാക്ക് സ്ക്രീൻ എന്നുള്ള രീതിയിൽ. ഈ ടാസ്ക് ബാർ ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, നിങ്ങൾ എന്ത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നെങ്കിലും കുറച്ച് ബേസിക് ടാസ്ക് ബാറൊക്കെ വരില്ല. അപ്പോൾ അതൊക്കെ പുള്ളി അവിടെ നിന്ന് സ്ക്രീനിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി, അതൊന്നും ഉണ്ടാവില്ല. പിന്നെ വാൾപേപ്പർ ഇടാൻ നേരത്താണെങ്കിൽ പോലും ഡാർക്കായിട്ടുള്ള, അധികം കളേഴ്സ് വരാത്ത ഡാർക്കായിട്ടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന വാൾപേപ്പേഴ്സാണ് ഇട്ടത്. അതായത് OLED ടെക്നോളജി എന്ന് വെച്ചാൽ ഒരു പിക്സൽ കാണിക്കാനായിട്ട് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ലൈറ്റ് എമിറ്റിംഗ് LED എന്ന് പറയുന്ന സംഭവം ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ്ലി ഓഫ് ആക്കാം, ഓൺ ആക്കാം. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ അത് പ്യുവർ ബ്ലാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഓൺ ആക്കിയിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു മൂവ് ആയിരുന്നു. പിന്നെ പ്ലഗ് എപ്പോഴും TV മോണിറ്ററിൽ ഓൺ ആയിരിക്കും. അതായത് മറ്റേ എന്ത് മോഡാണ് അതിനെ പറയണത്, മറ്റേ ഓണാകാതിരിക്കാണ്ട് എന്നാലും ഓണാണെന്നുള്ള രീതിയിലുള്ള ആ മോഡ്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിക്സൽ റീഫ്രഷ് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ പവർ കൺസംഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 75 വാട്ടാണ് ഒരു ടിപ്പിക്കൽ യൂസേജിൽ സാധനം വലിക്കുന്നത്. അപ്പോൾ അതായത് എന്താ പറയുക, ഒരുപാട് വലിയ പവർ ഡ്രോ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു നോർമൽ IPS LED മോണിറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മോണിറ്ററിൻ്റെ പവറാണ് ഈ സംഭവം എന്താ പറയുക ഈ 75 വാട്ട് എന്ന് പറയുന്നത്. അതായത് അത് ഓൾറെഡി ഓട്ടോമാറ്റിക് IPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ബാക്ക് ലൈറ്റ് ഓൾറെഡി ഓൺ ആയിരിക്കും, ആ ഒരു ലൈറ്റ് കാണിക്കും. അപ്പോൾ
അതൊക്കെ പവർ ഡ്രോ വെച്ചിട്ട് വലിയ മോശമൊന്നും പറയാനായിട്ടില്ല, ഡീസൻ്റ് ആയിരുന്നു. ഇങ്ങനത്തെ ഉള്ള യൂസ് കേസിൽ വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള റിസൾട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ബേണിംഗ് ഇഷ്യൂസും കാണിക്കുന്നില്ല. ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു ഇഷ്യൂസും അങ്ങനെ കാണിക്കുന്നില്ല. നോർമലായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നു. ബ്രൈറ്റ്നസിന്റെ ഇഷ്യൂസിനും വലിയ കുഴപ്പമൊന്നുമില്ല. പ്രോപ്പർ ആയിട്ടുള്ള ആ പവർഫുൾ അതായത് ഈ LED കറക്റ്റ് ആയിട്ടുള്ള ലൈറ്റും കളറും നല്ല വൈബ്രന്റ് ബ്രൈറ്റ്നസ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ബേസിക്കലി യാതൊരു വിധ ഇഷ്യൂവും കിട്ടിയില്ല. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിയുടെ സാംസങ് ഗാലക്സി S20 അൾട്ര ഈ ഒരു മോഡൽ, എനിക്ക് ഫോണിനെ കുറിച്ച് വലിയ അറിവില്ല, അപ്പോൾ ഈ ഒരു മോഡലിനും OLED ആണെന്നാണ് പറയുന്നത് സ്ക്രീൻ ടെക്നോളജി. ആ ഫോൺ 2 വർഷത്തെ യൂസിന് ശേഷം ബേണിൻ കാണിച്ചു. അപ്പോൾ ഡിസ്പ്ലേ നിങ്ങൾക്കറിയില്ല OLEDന് എന്താ ഡെഡ് പിക്സൽ കണ്ടുപിടിക്കുക ഒരു ടെസ്റ്റൊക്കെ ഉണ്ട്. OLED കാര്യങ്ങൾ ഫോണും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ പുള്ളിയുടെ ഫോൺ ഓൾറെഡി ഡെഡ് പിക്സൽ കാണിച്ചു, പക്ഷേ ഈ TV ഇത്രയും മണിക്കൂറുകൾ യൂസ് ചെയ്തിട്ടും ഒരു പ്രശ്നവും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടിട്ട് ഒരു സർവേയും കൂടി നടത്തി OLED യൂസ് ചെയ്യുന്നവർക്കുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ TV അല്ലെങ്കിൽ മോണിറ്റർ യൂസ് ചെയ്യുന്നവർ 1984 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സർവേയിൽ 61.2% പേരും പറഞ്ഞു TV അല്ലെങ്കിൽ മോണിറ്റർ OLED പാനലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. 5% പേർക്ക് ഈ TV മോണിറ്റർ യൂസ് ചെയ്യുന്ന കാറ്റഗറിയിൽ പ്രശ്നം ഡെഡ് പിക്സൽ സംഭവങ്ങൾ കാണിച്ചിരുന്നു. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും 54% പേരും ഇഷ്യൂസ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ 4% പേരും ആ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഡെഡ് പിക്സലോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ്, നമ്മളുടെ Steam Deckനൊക്കെ OLEDന്റെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഹാൻഡ് ഹെൽഡും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല. അപ്പോൾ എന്നാൽ പോലും ഇൻട്രസ്റ്റിംഗ് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്, പൈസ ഇല്ലാത്തതുകൊണ്ടിട്ട് മാത്രം. അതിലും 21% പേരും പറഞ്ഞത് പ്രോബ്ലംസ് ഒന്നുമില്ല, വേറെ ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, OLED എന്ന് പറയുന്ന ടെക് എടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാളാണെന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡെഡ് പിക്സൽ ഇഷ്യൂ വലിയ പ്രശ്നം ഇല്ല. സംഭവം ഇപ്പോൾ ഒരുപാട് ടെക്നോളജീസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ ഈ പിക്സൽ റീഫ്രഷ് സംഭവങ്ങൾ OLEDനെതിരെ എന്താ പറയുക, ബേണിങ്ങിനെതിരെ ഗ്യാരണ്ടി ആയിരുന്നു, മോണിറ്ററിനെതിരെ വേറെ ഗ്യാരണ്ടി ആയിരുന്നു. അതായത് യൂഷ്വലി 3 years നമ്മുടെ മോണിറ്ററിനും 5 years ബേണിൻ റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം ഗ്യാരണ്ടിയൊക്കെ ഇപ്പോൾ ചില മോഡൽസ് തരുന്നുണ്ട്. അപ്പോൾ OLED ധൈര്യമായിട്ട് എടുക്കാവുന്ന ടെക്കാണ്. ഇപ്പോൾ ഈ ഗ്രാഫിക്സ് കാർഡൊക്കെ ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ യൂസ്ഡ് മേടിക്കുക, അല്ലെങ്കിൽ ഗ്രാഫിക് കാർഡിൻ്റെ വില കുറയുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വലിയ പിടിയില്ല. അപ്പോൾ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പാനൽ ടെക്നോളജിയാണ് OLEDലേക്ക് മാറി. ഇനി OLEDലേക്ക് മാറാനായിട്ടുള്ള അത്രയും പൈസ ഇല്ലാതെ അല്ലെങ്കിൽ ബേൺ ഇഷ്യൂ നിങ്ങൾക്ക് എന്നിട്ട് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ മിനി LED ടെക്നോളജി ആയിട്ടുള്ള ആ ഒരു പാനൽ യൂസ് ചെയ്യുക. മിനി അത് യൂഷ്വലി എനിക്ക് തോന്നുന്നു VA ആയിരിക്കും, കാരണം ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വളരെ ഇതായിരിക്കും. HDR ഗെയിമിന്, സിംഗിൾ സ്റ്റോറി മോഡ് ഗെയിംസിന് അടിപൊളിയായിരിക്കും മിനി LED പാനൽ ടെക്നോളജി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡ് തന്നെ ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ടെക് ന്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ AI ബബിൾ ഇന്ന് പൊട്ടോ നാളെ പൊട്ടോ എന്നുള്ള സംഭവത്തിനുള്ള വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നമുക്കില്ല. പക്ഷേ എൻ്റെ കുറച്ച് ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും വെച്ചിട്ട് ഒരു ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈയിടക്ക് അടുത്ത 2-3 വർഷത്തേക്ക് പൊട്ടാനായിട്ട് വലിയ സാധ്യത ഞാൻ കാണുന്നില്ല. ഇപ്പോൾ PC ഹാർഡ്വെയർ മാത്രമാണ് എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി സ്മാർട്ട് ഫോൺ വരും, വൈഫൈ, മോഡം, റൗട്ടർ, ഇതൊക്കെ മെമ്മറി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പതുക്കെ വില കൂടാൻ തുടങ്ങും. ഇതൊക്കെ ഇനി വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. നമ്മൾ കണ്ടിട്ടുള്ള വിലക്കയറ്റമല്ല വരാൻ വേണ്ടി പോകുന്നത്, ഇനിയും വരാൻ വേണ്ടി പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞ 3 സാംസങ്, SK ഹൈനക്സ്, മൈക്രോൺ, ഇവർ മോർ ദാൻ 90% ഗ്ലോബൽ സപ്ലൈ ചെയ്തിരുന്ന ടീമാണ്. അപ്പോൾ ഇവർ 3 പേര് AI പോയിട്ടുണ്ട്. ഈ പറയുന്ന ചൈനീസ് ആയിട്ടുള്ള ഈ XCXMT എന്ന് പറയുന്ന റാം, അവർക്ക് ഫണ്ടിങ്ങും പ്രോജക്റ്റ് പോലും ഒരു ഫാക്ടറി പോലും ആയിട്ടില്ല. അത് ഇനി അടുത്ത 3 വർഷത്തേക്ക് നോക്കണ്ട, അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ പോലെ ഈ ഗ്ലോബൽ ഷോർട്ടേജ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വേറൊരു ഇതിൻ്റെ ആ ഒരു ഭാഗമായിട്ടുള്ള ഒരു പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയിൽ നമ്മുടെ NVIDIA OpenAIയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന ഒരു ഫണ്ടിൻ്റെ 30% മാത്രമാണ് അവർ റിയൽ ആയിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയൊരു സൂചന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരും എന്താ പറയുക, AI നല്ല പൈസ ഇടുമ്പോൾ ഓടിക്കൊന്നും പറഞ്ഞിട്ടുള്ള രീതിയിലും വലിയ ചാടിക്കറി അങ്ങോട്ട് പോകുന്നില്ല. NVIDIA ആണ് AIയുടെ പുഷ് മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് ലോകത്തിൽ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും NVIDIAയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ പേടിക്കും. ഓക്കെ, NVIDIA വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല, അതിൻ്റെ അർത്ഥം അവരെന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്, വലിയ പ്രോഫിറ്റ് ഇല്ല, ഓൾറെഡി പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നും കണ്ടിട്ടുണ്ട്. അതിനുള്ള ന്യൂസൊക്കെ ഓൾറെഡി വന്നായിരുന്നു. എന്നാൽ പോലും AI അത് എക്സ്പെക്റ്റഡ് ആണ്, അടുത്ത 2-3 വർഷത്തിനുള്ളിൽ അവർക്ക് ആ ലാഭം തിരിച്ചു കൊയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ AI ബബിൾ പൊട്ടുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കണക്കുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും വിചാരിച്ചിരുന്നത് NVIDIA $100 ബില്യൺ OpenAIയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതൊരു 100 മില്യൺ അല്ല, ബില്യൺ. അപ്പോൾ ആ ഒരു എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അറിയാലോ. അപ്പോൾ പിന്നെ ഒന്നും കൂടി അടിച്ച് കയറും. ഇപ്പോൾ നമ്മൾ ജർമ്മനിയിൽ ഇവിടെ ഫെബ്രുവരി കഴിഞ്ഞ ശേഷം ഫെബ്രുവരി കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ഈ കുറച്ച് നാളായിട്ട് റാമിൻ്റെ പ്രൈസ് കയറിയിട്ടില്ല. എത്ര ആളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ 100 ബില്യണാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് എൻവിഡിയ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആക്ച്വലി എൻവിഡിയ ഇൻവെസ്റ്റ് ചെയ്തത് 30 ബില്യൺ. ഇതൊക്കെ ചെറിയ എമൗണ്ട് അല്ല, എന്നാൽ പോലും എൻവിഡിയയുടെ ഇത്ര നാളത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 30 ബില്യൺ US$ ഓപ്പൺ എയർ ഇൻവെസ്റ്റ് ചെയ്തത്. അത് പ്ലാൻ ചെയ്ത പ്രകാരം 100 ബില്യൺ ആയിരുന്നു, അതിൽ നിന്ന് മാറി 30 ബില്യണിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയതൊരു സൂചനയായിരിക്കാം. ചിലപ്പോൾ AI ബബിൾ എന്താ പറയുക പൊട്ടും എന്നല്ല, ചിലപ്പോൾ ഇത്തിരിയെങ്കിലും താഴത്തേക്ക് വന്നേക്കാം. ഇതായിരിക്കില്ല ചിലപ്പോൾ ഫ്യൂച്ചർ. ആൾക്കാർക്ക് ചിലപ്പോൾ AI എങ്ങനെ ബിസിനസ്സുകാർ മാത്രമായിരിക്കാം യൂസ് ചെയ്യുന്നത്, നോർമൽ കൺസ്യൂമേഴ്സാണ്. അപ്പോൾ അവർക്കൊക്കെ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതെല്ലാം ഷെയർ മാർക്കറ്റ് പ്രൈസ് ഇതെല്ലാം എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഈ 100 ബില്യൺ എൻവിഡിയ AI ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് AI വളരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാര്യങ്ങൾ, അപ്പോൾ മെമ്മറിയുടെ എൻവിഡിയ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു കോൺട്രാക്ട്, ഇത്രയും മെമ്മറി ഞങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ. പോരാത്തതിന് അവരുടെ ആ ഗ്രാഫിക് ചിപ്പും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രൊഡക്റ്റ് ഈ 30 ബില്യൺ കൊടുത്തതിൻ്റെ ഇരട്ടി അവർക്ക് തിരിച്ചു കോരാം. എന്നാൽ പോലും അവർ വലിയ റിസ്ക് എടുക്കുന്നില്ല, ഇതിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ AI ബബിൾ പൊട്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല, ഈ ലോകത്ത് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത് എൻവിഡിയ എന്ന് പറയുന്ന ഗെയിമിംഗ് കമ്പനിയല്ല, AI ടെക് കമ്പനി. ഇപ്പോൾ ഒറ്റ വാക്കിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻവിഡിയ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് AI-യിലാണ്. കാരണം AI നിന്ന് കിട്ടുന്ന വരുമാനം ഗെയിമിങ്ങിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് വളരെ എന്താ പറയുക മുക്കിപ്പൊടി എന്നുള്ള രീതിയിൽ മാത്രമുള്ള ഗെയിമിങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പക്ഷേ ഇന്ന് എൻവിഡിയ ഇങ്ങനൊരു കമ്പനി ആയതിൻ്റെ തുടക്കത്തിൽ എന്താ പറയുക നമ്മളുടെ ഗെയിമിംഗ് സംഭവങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഗ്രാഫിക് പ്രൊഫഷണൽ വർക്കേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ എൻവിഡിയ ഇന്ന് ഇങ്ങനത്തെ ഒരു വലിയൊരു കമ്പനി ആയതിൻ്റെ പിന്നിൽ ഗെയിമേഴ്സും നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ അതിൽ നിന്ന് വലിയ താല്പര്യമില്ല, കാരണം അവർക്ക് നല്ല വരുമാനം കിട്ടുന്നത് AI എന്നാണ്. അപ്പോൾ അവർ ഇതിലേക്ക് തന്നെ പോകുന്നു. ഇതിൻ്റെ അർത്ഥം അവർക്ക് ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക് ഹാർഡ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല, ഇൻവെസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ അർത്ഥം പുതിയ ഗ്രാഫിക് കാർഡ് വരില്ല. അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഗ്രാഫിക് കാർഡിന് വില കൂടും, സ്റ്റോക്ക് കുറയും. അതിൻ്റെ അർത്ഥം അടുത്ത 3 വർഷത്തേക്ക് PC ഹാർഡ്വെയറിൻ്റെ വില കൂടി തന്നെ വരാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഇതാണ് AI ബബിൾ പൊട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മറുപടി. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൈനീസ് മെമ്മറി മേക്കർ CXMT, അവർ കിങ്സ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ ഓസ്ട്രേലിയയിലൊക്കെ റാം ഓൾറെഡി പുറത്തിറക്കി കഴിഞ്ഞു. പ്രൈസിൽ വലിയ വ്യത്യാസമുണ്ട്, കുറവാണെന്നുണ്ടെങ്കിൽ പോലും വലിയ വ്യത്യാസം കാണിക്കുന്നില്ല. എന്നാൽ പോലും മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ DDR5 ചിപ്പൊക്കെ അത്യാവശ്യം വിലക്കുറവിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കണക്കുകളിലേക്ക് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ SK ഹൈനെക്സ്, സാംസങ്, മൈക്രോൺ, ഇവർ 3 പേരുമാണ് നമ്മുടെ റാമിൽ ലോകത്തിലെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു 93% പ്രൊഡക്ഷൻ ചെയ്യുന്നത്. AI ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടിയത് കാരണം ഇവരെല്ലാവരും അങ്ങോട്ട് ഫോക്കസ് ആയി. മൈക്രോൺ കൺസ്യൂമർ മാർക്കറ്റിൽ നിന്ന് തന്നെ എക്സിറ്റ് ആയി പോയി. ഇപ്പോൾ DDR5 പ്രൈസ് കൂടി, 4 പ്രൈസ് കൂടി, സപ്ലൈ എല്ലാവരും പാനിക്കായിട്ട് മേടിച്ചു കൂട്ടി, അതും പ്രൈസ് കൂട്ടാൻ സഹായിച്ചു. അപ്പോൾ ശോകമാവസ്ഥയാണ്. ഇപ്പോൾ എല്ലാവർക്കും ടെക്കിലുള്ളവർക്ക് ഇതെല്ലാം അറിയാൻ പറ്റും. അതായത് 3 മാസത്തിനുള്ളിൽ ഒരു എന്താ പറയുക DDR5 6000 മെഗാ ട്രാൻസ്ഫേഴ്സും CL30 ലേറ്റൻസി ഉള്ള ഒരു റാം കിറ്റിന് കുറച്ച് നാൾ മുമ്പ് വരെ എന്താ പറയുക 11-12 രൂപയൊക്കെ കിട്ടുന്ന ആ ഒരു റാം ഇപ്പോൾ ഏകദേശം ഒരു 40,000-50,000 റേഞ്ചിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് 3 മാസത്തെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ. അപ്പോൾ ഇതാണ് ഈ ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താ പറയുക ചൈന CXMTയുടെ റാം അത്യാവശ്യം എന്താ പറയുക മാർക്കറ്റിലേക്ക് ഇപ്പോൾ വന്ന് തുടങ്ങി. അപ്പോൾ അത് ടെസ്റ്റ്, അതിൻ്റെ ക്വാളിറ്റി പണ്ടൊക്കെ വലിയ റിജക്ഷൻ കിട്ടിയതാണ്. ടെമ്പറേച്ചർ കുറവായിരുന്നു, ലേറ്റൻസി ഇഷ്യൂസ്, പെർഫോമൻസ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കിങ്സ് ബാങ്ക് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന, ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്ന ഒരു പേര്. ഹാർഡ്വെയർ അൺബോക്സ്ഡ് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്തതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട്, പെർഫോമൻസ് വ്യത്യാസം എന്തോരം ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പോൾ വെറും 5-7% വരെ മാത്രം മാർക്കറ്റിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു കമ്പനി എങ്ങനെയാണ് ഇപ്പോൾ ലോകത്തിൽ ഫുള്ള് സപ്ലൈ ഏറ്റെടുക്കാണ്ട് ഇനിയും 3 വർഷത്തോളം സമയം എടുക്കും. ഫാക്ടറി ഒന്നും അവർക്കില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ഇത് വെച്ചിട്ട് എങ്ങനെ ആർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ഹാർഡ്വെയർ അൺബോക്സ്ഡ് അവർക്ക് എക്സ്പോർട്ടൊക്കെ അവർ ടെസ്റ്റ് സെയിമാണ്. അപ്പോൾ അവരൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തത് G-Skillൻ്റെ DDR5 6000 MTSഉം CL26, അത് SK ഹൈനെക്സിൻ്റെ ചിപ്പാണത്, അതിനെതിരെയും പിന്നെ ഒരു സ്ലോവർ DDR5 5200 മെഗാ ട്രാൻസ്ഫേഴ്സിൻ്റെ ഒരു സ്പീഡുള്ളത്. അപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്തത് 9800X3Dയും 9700Xും ആണ്. അതായത് 2 CPU ടെസ്റ്റ് ചെയ്യാൻ കാരണം X3D CPU ഓൾറെഡി അവർക്ക് മെമ്മറി വരുന്നത്, എക്സ്ട്രാ മെമ്മറി CPU വരുന്നതുകൊണ്ടിട്ട് റാമിൻ്റെ വ്യത്യാസത്തിൽ വലിയ ഇതില്ല. നിങ്ങളൊരു X3D CPU ചിപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ സ്പീഡുള്ള റാമൊന്നും വേണമെന്നില്ല കേട്ടോ.
സ്ലോവർ റാം ആണെങ്കിൽ പോലും പെർഫോമൻസ് നിൽക്കും. കാരണം അതിന് ആ ഒരു മെമ്മറി ഓൾറെഡി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വേണ്ടി CPU തന്നെ ഉണ്ട്. ചെറിയൊരു ടിപ്പ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചൈനീസ് മെമ്മറി ഈ പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ക്വാളിറ്റി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ തന്നെ കോമ്പീറ്റ് ചെയ്ത് നിന്നു. ഗെയിമിംഗ് ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ FPS-ൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യാവുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഈ ചൈനീസ് മെമ്മറി കാണിച്ചത്. അപ്പോൾ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം എന്താ പറയുക, അന്തസ്സുള്ള ചൈനീസ് മെമ്മറി ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് അവരിപ്പോൾ വീണ്ടും വന്നിട്ടുള്ളത്. ഇപ്പോൾ 1 അവർ പ്രൈം 95 എന്നുള്ള സംഭവത്തിൻ്റെ ടെസ്റ്റിൽ നമ്മളുടെ കിങ്സ് ബാങ്കിൻ്റെ CXMT-യുടെ റാം 60°C ആണ് ആയത്. അപ്പോൾ G-Skillൻ്റെ അതായത് SK ഹൈനിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ചിപ്പിൻ്റെ G-Skillൽ വരുന്ന ആ ഒരു ചിപ്പ് റാം 55°C, അതായത് 5 ഡിഗ്രി വ്യത്യാസമാണ് ഉള്ളത്. ആ 5 ഡിഗ്രി ഒരു 5 ഡിഗ്രി നല്ല വ്യത്യാസം തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഇൻ കേസ് ഒരു ഈ ഒരു ചൈനീസ് മെമ്മറി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ റാമിൻ്റെ ഒരു കൂളർ ഉണ്ട്, അത് വെച്ച് കൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 60°C ഒറ്റയടിക്ക് 41 ഡിഗ്രിയിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ടും സാധിക്കും. അപ്പോൾ ആ കൂളിങ് നല്ലൊരു കൂളിങ്ങുള്ള സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ഈ ചൈനീസ് മെമ്മറി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും. പ്രൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 32 GB കിറ്റിന് 600 തൊട്ട് 650 ഓസ്ട്രേലിയൻ ഡോളറാണ് അവർ മാർക്കറ്റിൽ കൊണ്ടുവന്നത്. ഈ പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള മറ്റേ കമ്പനികളുടെയൊക്കെ 700+ ആണ്. അപ്പോൾ അതായത് ഒരു 50-80 യൂറോ വ്യത്യാസമാണ് ആവറേജ് കാണിക്കുന്നത് പ്രൈസ് ഡിഫറൻസിൽ. ഈ 80 യൂറോ എന്ന് പറയുന്നത് നല്ലൊരു ഇന്നത്തെ മാർക്കറ്റിൽ നല്ലൊരു എന്താ പറയുക ലാഭം ഇവിടെ കിട്ടിയാലും ഓക്കെ അതിലേക്ക് പോകാം. പക്ഷേ ഈ ചൈനീസ് മെമ്മറി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയുണ്ടാവും. പക്ഷേ അങ്ങനത്തെ ഇന്ത്യയിൽ ഇനി വന്നാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ പിടിച്ച് നിൽക്കുന്ന മെമ്മറി തന്നെയാണ് നമ്മൾ CXMT പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൈനീസ് റാം കിറ്റ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ റാം രക്ഷപ്പെട്ടു, ഇനി കുറച്ചാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല PC ഒക്കെ പണിയാം, വില കുറയും. പക്ഷേ അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവർക്ക് പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ വലിയ ഫാബ്രിക്കുകൾ, ഫാബ്സ് എന്നാണ് പറയുന്നത്, ഫാക്ടറി റാം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫാക്ടറി കാര്യങ്ങൾ, ടെക്നോളജി ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് നല്ല ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇവർക്ക് ഫണ്ടില്ല. അത് ഷെയർസിലൂടെ പൈസ മേടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ഇനി അങ്ങനെ കിട്ടിയാൽ പോലും അത് പ്ലാൻ ചെയ്ത് റൺ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലെത്തുമ്പോഴേക്കും മിനിമം 1.5-2 വർഷം മിനിമം ഇത്രയും വർഷങ്ങൾ എടുക്കും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ടിട്ട് വീണ്ടും റാമിൻ്റെ പ്രൈസ് കൂടും, ബാക്കിയുള്ള സ്റ്റോക്ക് കുറയും, കൺസ്യൂമർ മാർക്കറ്റ് പിന്നെയും ഇടിയും. അല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് PC ഗെയിമിംഗ്. അല്ലെങ്കിൽ ഇപ്പോൾ PC ഗെയിമിംഗ് മാത്രമേ എഫക്റ്റ് ആയിട്ടുള്ളൂ. ഇനി ഞാനിപ്പോഴും എൻ്റെ വീണ്ടും സ്വന്തമായിട്ടുള്ള പ്രഡിക്ഷൻ പറയുന്നു, സ്മാർട്ട് ഫോണിന് വില കൂടും, നിങ്ങളുടെ സ്മാർട്ട് ഡിവൈസസിന് വില കൂടും, നിങ്ങളുടെ വൈഫൈ മോഡം റൗട്ടർ ഇതിനൊക്കെ എല്ലാം വില കൂടും. ഇതൊക്കെ വരാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചൈനീസ് റാമിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു റിപ്പോർട്ട്. അപ്പോൾ അവസാനത്തെ ടെക് ന്യൂസ് PC റിലേറ്റഡ്, ഹാർഡ്വെയർ റിലേറ്റഡ് അല്ല. ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ എനിക്ക് കൺസോൾസ് ഇഷ്ടമാണ്, മൊബൈൽ ഗെയിമിംഗ് ഇഷ്ടമാണ്. മൊബൈൽ ഗെയിമിംഗ് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പോലും പ്രായമായി കണ്ണും കൈയൊന്നും അത്ര വിചാരിക്കേണ്ടതൊന്നും എത്തൂല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കൺസോൾസിൽ എക്സ്ബോക്സിൻ്റെ ലീഡർഷിപ്പ് ചേഞ്ചിനെ കുറിച്ച് ഇത് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ കാരണം ഇപ്പോഴത്തെ വന്ന പുതിയ ആ ഒരു ലീഡർ കൊണ്ടുവന്ന ഡയറക്റ്റായിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത 3 തീരുമാനങ്ങളെ കുറിച്ചിട്ടും ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു പ്ലാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതൊരു ഇന്ത്യൻ ഒറിജിനാണ് എന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നമ്മളുടെ ഫിൽ സ്പെൻസർ, എനിക്കും ഇതിനു മുമ്പ് പുള്ളി ആരാണെന്ന് അറിയില്ല, പക്ഷേ എക്സ്ബോക്സിനെ ഇന്നത്തെ എക്സ്ബോക്സ് ആക്കി മാറ്റിയതിന് വലിയൊരു പങ്ക് വഹിച്ച ഒരു ആളാണ് ഫിൽ സ്പെൻസർ. അതായത് മൈക്രോസോഫ്റ്റിൽ 1988 ജോയിൻ ചെയ്തു, എക്സ്ബോക്സിൻ്റെ ഗെയിമിംഗ് ഡിവിഷൻ ലീഡ് ചെയ്തു 12 വർഷം. നമ്മുടെ ഗെയിം പാസ് എക്സ്പാൻഡ് ചെയ്യുന്ന പരിപാടി, കുറേ ഗെയിമിംഗ് സ്റ്റുഡിയോസിനെ മേടിക്കുന്ന പരിപാടി, ക്ലൗഡ് ഗെയിമിംഗ് കൊണ്ടുവന്ന പരിപാടി, ഇതിനെല്ലാത്തിൻ്റെയും പുറകിൽ ഫിൽ സ്പെൻസർ എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു. പുള്ളി റിസൈൻ ചെയ്യുകയാണ്, റിട്ടയർ ആകുകയാണ്. അപ്പോൾ പുള്ളി കുറച്ചാൾ നമ്മളുടെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആശാ ശർമ്മയെ സഹായിക്കാൻ വേണ്ടി കമ്പനിയിൽ തന്നെ നിൽക്കും. അപ്പോൾ അതിനോടൊപ്പം തന്നെ സാറ ബോണ്ട് എന്ന് പറയുന്ന ആ ഒരു ആളും എക്സ്ബോക്സിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്, അവരും റിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവരും ഒരുപാട് സഹായം എക്സ്ബോക്സിനെ ഇന്നത്തെ നിലയിലാക്കാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആശാ ശർമ്മ, അവർ ഇതിനു മുമ്പ് മൈക്രോസോഫ്റ്റിൻ്റെ കോർ AI ഡിവിഷൻ്റെ ഹെഡായിരുന്നു. മൈക്രോസോഫ്റ്റിൽ 2024 ജോയിൻ ചെയ്തത്. ഇപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടായിരിക്കണമല്ലോ 2026 ആയപ്പോഴേക്കും എക്സ്ബോക്സിൻ്റെ CEO ആയിട്ട് വരാനായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റ് എക്സ്പീരിയൻസ് അവർക്ക് കുറവാണ്. പക്ഷെ അവർ എന്താ പറയുക, മറ്റുള്ള, അതായത് ഒരു ഗെയിമറിനെ പഠിച്ച് അവരുടെ മാർക്കറ്റ് മനസ്സിലാക്കി അവർക്ക് വേണ്ടത് എന്താണെന്ന് കൊടുക്കുക എന്നുള്ള അതിനുള്ള സ്കിൽസ് അവർക്കുണ്ട്. പക്ഷേ ഗെയിമർ എന്നുള്ള നിലയിൽ അവർക്ക് സ്കിൽസ് ഇല്ല. പക്ഷേ
ഒരു ഗെയിമറിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സക്സസ് ആണ്. ഗെയിമിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ഗെയിമിംഗ് നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവർ വരുന്നത് ഒരു പവർഫുൾ എന്താ പറയുക, ഒരു 3 കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും എന്നുള്ള രീതിയിലുള്ള പവർഫുൾ സംഭവത്തോടു കൂടിയാണ് അവർ വന്നത്. അതിൽ നമ്പർ 1 അവർ പ്രോമിസ് ചെയ്തത് ഗ്രേറ്റ് ഗെയിംസ്, നമ്പർ 2 റിട്ടേൺ ഓഫ് എക്സ്ബോക്സ്, നമ്പർ 3 ഫ്യൂച്ചർ ഓഫ് പ്ലേ. അപ്പോൾ ഗ്രേറ്റ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് അവർ ഫോക്കസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും, അവർ സ്റ്റുഡിയോസിൽ ഇൻവെസ്റ്റ് ചെയ്യും, അവർ ചിലപ്പോൾ സ്വന്തമായിട്ട് ഗെയിം ഇറക്കും. എന്താ പറയുക, ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ പണ്ടത്തെ ഡാറ്റ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഏത് ഗെയിമാണ് ഹിറ്റായത്, എന്തുകൊണ്ടത് ഹിറ്റായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പറയുന്ന ആശ ശർമ്മ വളരെ കണ്ണിങ് ആണ്. ഗ്രേറ്റ് ഗെയിംസ് ഫ്യൂച്ചറിൽ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രോമിസാണ്. ഇന്നത്തെ ഈ ഒരു ടെക്നോളജി, ഈ ഒരു സമയത്ത് അങ്ങനത്തെയുള്ള ഗെയിമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഗെയിമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന കമ്പനീസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇതല്ലാതെ ഗെയിം എന്നുള്ള സംഭവം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റോറി ബേസ്ഡ് ആ ഒരു വളരെ കുറച്ച് സ്റ്റുഡിയോസ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. പിന്നെ റിട്ടേൺ ഓഫ് എക്സ്ബോക്സ്, അതായത് എക്സ്ബോക്സ് പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു ഫാൻസ് PS5 നിന്ന് ഷെയർ എല്ലാം തിരിച്ച് എക്സ്ബോക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, അതായത് ചിലപ്പോൾ ഹാർഡ്വെയർ അപ്ഡേറ്റ് ആകാം, ഇവരുടെ ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ പ്രൈസ് ഗെയിംസിൻ്റെ കുറച്ചുകൊണ്ടായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിട്ട് ഇവർക്ക് എങ്ങനെ എന്താ പറയുക എക്സ്ബോക്സിന് വീണ്ടും PS5നേക്കാളും മേളിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഓഫ് പ്ലേ, അതായത് ഇവർ AI സംഭവം ഇവർ റിജക്റ്റ് ചെയ്യുന്നില്ലേ, ഫ്യൂച്ചർ ഇനി അങ്ങോട്ട് AI ആണെന്ന് ഇവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു ലീഡർ ആണെന്ന് എനിക്ക് തോന്നുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം അത് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ AIക്ക് ഇല്ല ഒന്നും വെച്ചുകൊണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവർ നമ്മൾ എന്താ പറയുക പുറകിലായി പോകും. അപ്പോൾ AI യൂസ് ചെയ്തുകൊണ്ട് ഇവർ അതും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിട്ടായിരിക്കും ഇവരും മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഇവർ ഈ പറഞ്ഞ പ്രസ്താവനയുടെ സംഭവമുണ്ട്, സോൾലെസ് AI കണ്ടന്റ്. ഇവർ ഇതിൻ്റെ പുറകിൽ പോകില്ല. അതായത് വെറും ചവർ AI ഉപയോഗിച്ചുകൊണ്ട് എന്ത് കണ്ടാലും ഇപ്പോൾ എന്താ പറയുക ഈ AI ജനറേറ്റഡ് കണ്ടന്റ് അല്ലെങ്കിൽ AI ജനറേറ്റഡ് സംഭവങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിട്ട് ആ ഒരു ലെവലിലേക്ക് ഇവർ പോകില്ല. അതല്ലാതെ എങ്ങനെ AI യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരാം എന്നുള്ളൊരു സംഭവം കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സോൾലെസ് AI കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിച്ചത്. അതായത് AI ചവറാണെന്നുള്ള രീതിയിൽ. അപ്പോൾ എക്സ്ബോക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷങ്ങൾക്കിടയിൽ വളരെ വലിയൊരു ചേഞ്ചാണ് ഈ പറയുന്ന ഒരു സംഭവം. അതായത് എക്സ്ബോക്സിനെ ലീഡ് ചെയ്യുന്നത് ഒരു പുതിയൊരാൾ, ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരാൾ 2024 മൈക്രോസോഫ്റ്റ് ജോയിൻ ചെയ്തിട്ട് 2026 എക്സ്ബോക്സിൻ്റെ CEO അല്ലെങ്കിൽ മെയിൻ ആളായിട്ട് മാറുന്നു. അപ്പോൾ ഒരു കഴിവില്ലാതെ ആ ഒരു തീരുമാനം അവരെടുക്കില്ല. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എക്സ്ബോക്സ് ഒരു ഫാനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. ഇനി അതിൻ്റെ പുറകെ തന്നെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എന്നുള്ള സംഭവം അവർ പതുക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞു. അതായത് എക്സ്ബോക്സ് ഗെയിം പാസും PC ഗെയിം പാസും തമ്മിൽ കമ്പൈൻ ചെയ്യുക. പ്രൈസ് ചിലപ്പോൾ ഒരു കുറച്ചും കൂടി കൂട്ടിയേക്കാം. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ് സംഭവം. ഇതിനെ കുറിച്ചിട്ടുള്ള ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫസ്റ്റ് ഡ്രാഫ്റ്റൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ചിലപ്പോൾ പൈസയൊന്നും കൂടാതെ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു രീതിയിലേക്കും വന്നേക്കാം. അല്ലെങ്കിൽ ചെറിയൊരു പ്രൈസ് കൂട്ടിക്കൊണ്ടിട്ട് അതായത് എക്സ്ബോക്സിൻ്റെ ഗെയിം പാസും PC ഗെയിം പാസ് രണ്ടും കൂടി ചേർത്തുകൊണ്ടിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ. ഇത് കൂടാതെ ഈ സബ്സ്ക്രിപ്ഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ക്ലൗഡ് ഗെയിമിംഗ് എന്നുള്ള സംഭവം കോൺസെപ്റ്റും. എനിക്ക് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഇപ്പോഴും അറിയില്ല. ക്ലൗഡ് ഗെയിമിംഗ് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം. പിന്നെ EA പ്ലേ, അതായത് EA സ്പോർട്സിൻ്റെ ആ ഒരു സംഭവം ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ് സംഭവം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തേക്കാം. അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇതെല്ലാം കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് ഉള്ളൊരു ആളാണ് ഈ പറയുന്ന നമ്മളുടെ പുതിയ CEO. കേട്ടിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഗെയിമേഴ്സിനും അധികം ഹാർഡ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ എന്താ പറയുക ഈ പറയുന്ന ഇപ്പം ഇനി മേടിച്ചാൽ പോലും ഗെയിം ലാഭത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക ഉള്ള പഴയ കമ്പ്യൂട്ടർ വെച്ച് ക്ലൗഡ് ഗെയിമിംഗ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, മിതമായ റേറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലൊരു സംഭവം. അപ്പോൾ കേട്ടിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പോരാ തന്നെ യൂബിസോഫ്റ്റിൻ്റെ ക്ലാസിക് ഗെയിംസും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ലീഡറാണ് സംഭവം. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല, അവർക്ക് എങ്ങനെയെങ്കിലും പഴയ എക്സ്ബോക്സ് ആക്കി കൊണ്ടുവരണം, സോണിയെ അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റേ പോളിസി ആയിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത്. കാരണം മറ്റേ പഴയ കോൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് എൻ്റെ 1 കോടി തിരിച്ചു കിട്ടാൻ ഞാൻ 2 കോടി മുടക്കാനും തയ്യാറാണെന്നുള്ള രീതി. അതായത് തിരിച്ചു പിടിക്കുക, അതായത് ഗെയിമേഴ്സിൻ്റെ ലവ് തിരിച്ചു മേടിക്കുക, എന്നിട്ട് ലോങ് റണ്ണിൽ ലാഭം കൊയ്യുക. ഇതാണ് സംഭവം. ഇപ്പോൾ സോണിയാണ് കൺസോൾസിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോണിയുടെ പ്ലേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ എക്സ്ബോക്സിൻ്റെ തീരുമാനം ഇനി എങ്ങനെയൊക്കെ ആകുമെന്ന് നമുക്ക് കണ്ട് അറിയാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ടെക് ന്യൂസിൻ്റെ എന്താ പറയുക ഈ പ്രാവശ്യത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഇരിക്കുന്ന PC എനിക്ക് തലവേദനയായിട്ടുള്ള, ഞാൻ ആദ്യമായിട്ട്
കഷ്ടപ്പെട്ടൊരു PC ബിൽഡ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇത്രയും നാളില്ലാത്ത ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 PC ആണ് ഞാൻ വിറ്റ് തുടങ്ങിയത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 5200 5300 രൂപ വെച്ചിട്ട് ഒരു PCയിൽ എനിക്ക് ലാഭം കിട്ടി ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ ബിൽഡായിരുന്നു. അതിൻ്റെ ഒരു വ്ളോഗ് ഞാനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നേ വരില്ലാത്തൊരു പണിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഇവിടം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ്ട് വരുന്നല്ലോ, ഇതിൻ്റെ വീഡിയോ ഉടനെ വരും. ഇതിൻ്റെ ഒരു സംഭവം വേറൊന്നുമില്ല, ഒരു ഇൻ്റലിൻ്റെ വൈഫൈ കാർഡ് ഞാൻ അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു കാർഡായിരുന്നു. ഇത് പെട്ടെന്ന് എൻ്റെ ഈ മദർ ബോർഡിൽ ഡിറ്റക്റ്റ് ആയില്ല. അതായത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് 2 ദിവസം ഓക്കെ ആയിരുന്നു. ഒരു GPU ചേഞ്ചിന് ശേഷം അത് ഡിറ്റക്റ്റ് ആയില്ല. അത് വരാൻ പോകുന്ന വ്ളോഗിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം പ്രശ്നമായിട്ടിപ്പോൾ അതിൻ്റെ പുറകിൽ ഞാൻ 2-3 ദിവസം ഇരുന്നിട്ടും സെല്ലറിനെ കോൺടാക്ട് ചെയ്തു. അവർക്കും അറിയില്ല, എനിക്കറിയാവുന്ന എല്ലാ പണിയും ഞാൻ ചെയ്തു നോക്കി. സെല്ലർ പറഞ്ഞു തന്ന എല്ലാ പണിയും ഞാൻ ചെയ്തു നോക്കി, കാർഡ് ഡിറ്റക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ചു വേറൊരു ബേസിക് ആയിട്ടുള്ള PCI വൈഫൈ കാർഡ് അല്ലാതെ USB 556 വരുന്ന ഒരു USB സ്റ്റിക്ക് നോക്കും, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണം. അപ്പോൾ ഈ PCയുടെ പണി അല്ലെങ്കിലേ കഴിഞ്ഞു. ടെമ്പറേച്ചർ എല്ലാം കൂളാണ്. ചിലപ്പോൾ ഞാൻ തെർമൽ പേസ്റ്റും കൂടി ഒന്ന് മാറ്റും. അപ്പോൾ ഇതൊരു അപ്ഡേറ്റ് പോലെ തരികയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടന്റ് ആയിരിക്കും PC ബിൽഡിംഗ് വ്ളോഗ് സ്റ്റൈലിൽ വരാൻ വേണ്ടി പോകുന്നത്. 1 മണിക്കൂറിന് മേലെ വീഡിയോ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്താ പറയുക, മൈ ഡിയർ ലോയൽ വ്യൂവേഴ്സ്, ഇവിടം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.